ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഹർ. ഹായ്, ഞാൻ നെഹ്ല, ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഐ എം ഫ്രം കണ്ണൂർ. സോ നെഹ്ല ഇപ്പൊ നാട്ടിലുള്ളത് അക്കാഡമിക് ലീവ് ആയിട്ട് വന്നതാണോ? അവിടെ എങ്ങനെയാ വെച്ചാൽ 9 months എഡ്യൂക്കേഷനും 3 months ആണ് ലീവ് വരിക. ആ 3 monthsൽ 1 month നിർബന്ധിതമായിട്ടും ഇന്റേൺഷിപ്പ് ചെയ്യണം നാട്ടിൽ. ഞാനിപ്പോൾ കാലിക്കറ്റ് ബേബിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് MBBS പഠിക്കാൻ വരാൻ പോകുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെയായിരിക്കും ആ ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇയാൾ പ്രിഫർ ചെയ്യുമോ? പ്രിഫർ ചെയ്യും. സോ പ്രിഫർ ചെയ്യാൻ കുറച്ച് മെയിൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവില്ല, അതെന്തൊക്കെയാണ്? ഞാൻ 2 year ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആൻറ്റിജനിലേക്ക് പോയത്. ഇവിടെ ഞാൻ നാട്ടിൽ പ്രൈവറ്റ് ഡൊമസ്റ്റിക് നോക്കിയതായിരുന്നു. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിലാണ് ആൻറ്റിജൻ ഉള്ളത്. പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരു 20 to 30 lakhs അങ്ങനെ വരുന്നുള്ളൂ. ഇവിടെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും അതൊരു നമുക്കൊരു ഫാക്ടറായിട്ട് എടുക്കാം, ചീപ്പാണ്. പിന്നെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു അബ്രോഡ് കൺട്രിയിൽ പഠിക്കുന്നതിന് അത്രയും കുറഞ്ഞൊരു ചിലവിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. പിന്നെ ആൾക്കാരാണെങ്കിലും നമ്മളെ ഭയങ്കര റെസ്പെക്റ്റോടെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ നമുക്കിപ്പോൾ ഇതുവരെ ഞാൻ ഒരു വർഷം എവിടെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൾക്കാർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. സോ അവിടുത്തെ അവൈലബിലിറ്റി ഓഫ് മെസ്സ്, ഹോസ്റ്റൽ അതൊക്കെ എങ്ങനെയാണ്? മെസ്സ് ആണെങ്കിൽ ഇന്ത്യൻ മെസ്സ് അല്ലെങ്കിൽ പാകിസ്ഥാനി മെസ്സ് അവൈലബിൾ ആണ്.